എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ജീവൻ നമ്പിശമ്പടി. ഇത്ര പണിയെടുത്തിട്ടും സമ്പാദിക്കാനോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരു നേട്ടം ഉണ്ടാക്കാനോ കഴിയാത്ത ഒരുപാട് പേര് വിളിക്കാറുണ്ട്. വൈദ്യരെ, ഒരു രക്ഷയില്ല, ഒരു ജന്മത്തിൽ കരകയറാനുള്ള മാർഗമല്ല, എന്താണ് ഇതിന് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇതിനെന്ത് വേണമെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ എല്ലാവരും ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കഠിനാധ്വാനപരമായിട്ട് പണിയെടുക്കുന്നതും അതിന് ജീവിതത്തിലേക്ക് വേണ്ട കരകയറ്റത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ രണ്ടറ്റം തന്നെ കൂട്ടിമുട്ടിക്കാൻ പെടാപാട് പെടുന്നൊരവസ്ഥ. അങ്ങനെ എത്ര പണിയെടുത്താലും ഒരു 10 രൂപയുടെ നീക്കിരിപ്പില്ലാത്തൊരവസ്ഥ. സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് മാനസികമായിട്ടൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. നമുക്ക് ഒരു ഇങ്ങനെ കരകയറി വരുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത നമ്മളിലും, ആ ഒരു ചിന്തയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഈ അധ്വാനിക്കുന്നതും. അതുകൊണ്ട് തന്നെ അങ്ങനെ ആർക്കും സമ്പാദ്യം എന്നുള്ള രൂപത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തതിൻ്റെ പിന്നിൽ എന്ത് ദോഷമാണെങ്കിലും മാറി നമുക്കത് ജീവിത കരകയറ്റത്തിനുള്ള മാർഗം തുറന്നു തരും എന്നുള്ളതാണ്. നമുക്കെന്താണ്, ഈ സമ്പാദ്യം നമ്മൾ തന്നെ ഉണ്ടാക്കണം. പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തന്നെ പണിയെടുക്കണം. പക്ഷേ നമ്മൾ പണിയെടുക്കാഞ്ഞിട്ടല്ല രക്ഷപ്പെടാത്തത്. അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു മാനസിക സെറ്റിങ്സ്, കാരണം പണിയെടുക്കുന്നു, പൈസ കിട്ടുന്നു, അത് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പുരോഗതി അല്ലെങ്കിൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ തന്നെ നമ്മളിലേക്ക് ആ ബോധോദയമുണ്ടായി ആ മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിച്ച് നമ്മുടെ ജീവിതം അങ്ങേറ്റം സമ്പന്നമാക്കി മാറ്റുന്ന ഒരു ചൈതന്യം നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു അനുഗ്രഹം. ഈ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ തന്നെയാണ്, നമ്മുടെ കുണ്ടലിനി ശക്തിയിൽ നിന്നാണ് ഇത് ഉണർന്ന് പ്രവർത്തിക്കുക. അതിന് നമുക്ക് മന്ത്രസിദ്ധി എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് വേണം. ആ മന്ത്രസിദ്ധി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. അത് ജപിക്കുമ്പോൾ നമ്മൾ നല്ലപോലെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമുക്ക് തൊഴിലുണ്ടാവാൻ, സമ്പത്ത് ഉണ്ടാവാൻ, സ്വർണം മുതൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മളിലേക്ക് വന്നു ചേരാനുള്ള മാർഗങ്ങൾ തെളിയും ഇത് ചെയ്തു കഴിഞ്ഞാൽ. അതിനാണ് ഈ പരിപാടി. ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള വഴികൾ നമ്മളിൽ തന്നെ ഉണ്ടാകും. ഒരു ഓറ തുറക്കുക എന്ന് പറയും. എന്തൊക്കെയാണോ പ്രകൃതിയിൽ സമ്പന്നമായിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മളിൽ ഇല്ലാത്തത് എന്നുണ്ടെങ്കിൽ ആ സമ്പന്നതയെ നമ്മളിലേക്ക് ആവാഹിക്കുന്ന അല്ലെങ്കിൽ ആകർഷിക്കുന്ന ഒരു എനർജിയാണ് നമ്മളിൽ ഉണ്ടാവുക. അതിന് നമ്മൾ ഏകാഗ്രമായിട്ടിരിക്കുക, നല്ല കണ്ണടച്ചിരുന്നിട്ട് ഒരു പ്രകാശഗോളമായിട്ട് ഭൂമിയായിട്ട് കാണുക. അതിനുശേഷം നമ്മൾ ഈ മന്ത്രം കണ്ടെത്തിയ ഋഷീശ്വരനെ ഒരു തവണ ആദ്യം സ്മരിക്കുക. അതിനുശേഷം എന്താണ്, ഈ മന്ത്രം ജപിക്കുക. ജപിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ ഋഷീശ്വരനോട് സ്മരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹമാണ് നമ്മുടെ ഗൃഹസ്ഥന്മാരായിട്ടുള്ള ആളുകളുടെ ദുരിതങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മറികടന്ന് നല്ലൊരു ജീവിത അനുഗ്രഹത്തിലേക്ക് എത്താൻ വേണ്ടി, ആ ജീവിത ദുരിതത്തിൽ നിന്നും കരകയറാൻ വേണ്ടി ഈ മന്ത്രം കണ്ടെത്തിയ ഋഷീശ്വരനാണ്. അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കുക. സ്മരിച്ചതിന് ശേഷം എന്ത് വേണം, ഇത് നമ്മളൊരു 108 തവണ ജപിക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് ഓം നമ ശിവായ എന്നും ഓം നമോ നാരായണായ നമ എന്നും നമ്മൾ 108 തവണ വീതം ജപിക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ദുരിതത്തിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും പിടിച്ച് കരകയറാതിരിക്കുന്നതിൽ നിന്നും നമ്മളെ പൊക്കേണ്ട എറിയാൻ പോവാണ്. അതിൽ വരുന്ന ദോഷങ്ങളൊക്കെ മാറി ഇതൊരു അനുഗ്രഹം വരണേ എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ആ ദുരിതം നമ്മൾ ചൊല്ലുന്നതിലോ അല്ലെങ്കിൽ പറയുന്നതിലോ ഒക്കെ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി അതൊരു അനുഗ്രഹമായി വരാൻ വേണ്ടിയിട്ടാണ് ഈ ഓം നമ ശിവായ എന്നും ഓം നമോ നാരായണായ നമ എന്നും ജപിക്കുന്നത്. അത് ജപിച്ചു കഴിഞ്ഞാൽ ഇതിന് മന്ത്രജപം പൂർണ്ണമായി. എന്നിട്ട് നിഷ്കളങ്കമായിട്ട് അല്ലെങ്കിൽ നിശബ്ദമായിട്ട് നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക. ഭഗവാനെ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുക. ഈ വാക്കുകളിൽ എങ്ങനെയാണ് ഈ അനുഗ്രഹം എന്ന് പറയുന്നത്? അക്ഷരങ്ങളിലൂടെയും മന്ത്രജപങ്ങളിലൂടെയും മാത്രമാണ് ഈ ദേവത ഇരിക്കുന്നത്. ഏതൊരു ദേവതയെ ക്ഷേത്രത്തിൽ പൂജിക്കണമെങ്കിലും മന്ത്രം ജപിക്കണം. മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷരങ്ങളാണ്. ഇപ്പോൾ ഖുർആനായിക്കോട്ടെ അക്ഷരങ്ങളാണ് വായിക്കുന്നത്, ബൈബിളായിക്കോട്ടെ അക്ഷരങ്ങളാണ്. ഈ അക്ഷരങ്ങളിലൂടെയാണ് നമ്മുടെ ഈ ദേവതയുടെ ചൈതന്യത്തെ നമ്മളിലേക്ക് ആകർഷിക്കാൻ കഴിയുക.
വാക്കുകളിലൂടെ. ആ മന്ത്രം എന്ന് പറയുന്നത് തന്നെ അക്ഷരങ്ങളാണ്. അത് അതന്നെ ഇപ്പോൾ അമ്പലങ്ങളിലായിക്കോട്ടെ, അവിടെയൊക്കെ ചൈതന്യം എന്ന് പറഞ്ഞാൽ മന്ത്രജപം കൊണ്ടാണ്, അല്ലാണ്ട് ദേവടെ വന്നു തിരിക്കുന്നല്ല. ആ മന്ത്രം ജപിച്ചിട്ട് അവിടെ സിദ്ധി വരുത്തി ആ ദേവന്റെ വെറു വെച്ച പോലെയാണ് ആ നാട്ടുകാർക്ക് എല്ലാവർക്കും ആ ദേവന്റെ ചൈതന്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് അമ്പലം. അതുപോലെ തന്നെ പള്ളിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ജപിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കർമ്മപരമായിട്ട് തടസ്സങ്ങളും സമ്പത്തും ഐശ്വര്യാഭിവൃദ്ധിയൊക്കെ ഉണ്ടാക്കണം ഭഗവാൻ, ഉണ്ടായി വരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാം. ഇതണ്ട് ചെയ്താൽ എന്താണ്, നമ്മളിൽ ഉറങ്ങിക്കെടുക്കുന്ന, നമ്മളെ നശിപ്പിക്കുന്ന, നമ്മൾ കരകയറാൻ പറ്റാതിരിക്കുന്ന എന്തോ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് നമ്മളിൽ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ കരകയറാത്തത്. ആ സാധനം പൊട്ടിത്തെറിച്ച് നമ്മളണ്ട് എന്താണ് അത്യുന്നതങ്ങളിലേക്ക് എത്തുന്ന ഒരു മഹാചൈതന്യമാണ് നമ്മളിൽ ഉണ്ടാവുക. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ മന്ത്രം ഇതാണ്: പരാശര ഋഷി ധൃതി ഛന്ദ ശ്രീഹരിർ ദേവത. ഇതാണ് ഋഷീശ്വരനെ നമ്മൾ സ്മരിക്കേണ്ടത്. ഇത് കഴിഞ്ഞാൽ ഈ മൂലമന്ത്രം ജപിക്കുക, എന്നിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഓം ക്ലീം കൃഷ്ണായ ജ്ഞാനമുദ്രായേ മഹാദേവായ നമ. ഓം ക്ലീം കൃഷ്ണായ ജ്ഞാനമുദ്രായേ മഹാദേവായ നമ. ഇതണ്ട് ജപിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ജ്ഞാനോദയം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നിട്ട് പുറത്തേക്ക് വരും. അറിവ് ഓരോരോ വ്യക്തികൾക്കും അതാത് ആവശ്യങ്ങൾക്കനുസരിച്ച അറിവാണ് വേണ്ടത്. ഇപ്പോൾ നമുക്ക് ഒരാൾക്കും ഒന്നിലും പിന്നാക്കല്ല. നമ്മൾ വിചാരിക്കും, ഇപ്പോൾ ഒരു ജ്യോതിഷം പഠിച്ച ഒരാൾ അല്ലെങ്കിൽ ഒരു മന്ത്രവാദി, ഈ മന്ത്രവാദിയായിട്ടിരിക്കുന്ന ഒരാൾക്കാർ പറയുക അയാൾക്ക് പഠിപ്പും വിവരമൊന്നും ഇല്ലാത്ത ആളാന്ന് പറയും. ഇതുപോലത്തെ ഒരു മണ്ടത്തരം വേറല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞ ആൾ മന്ത്രവാദം ചെയ്യുമോ? അതുപോലെ തന്നെ വക്കീലിന് മന്ത്രവാദം ചെയ്യാറിയോ? അല്ലെങ്കിൽ അതാത് വിഷയങ്ങൾ പഠിച്ചെങ്കിൽ മാത്രം തന്നെയാണ് അതിൽ പരിജ്ഞാനം ഉണ്ടാവുള്ളൂ. MA കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ MBA കഴിഞ്ഞിട്ടും വലിയ ഹൈടെക് വിദ്യാഭ്യാസം ഉണ്ടായ ഒരാൾക്ക് ജ്യോതിഷം പറയാൻ പറ്റുമോ? അപ്പോൾ ജ്യോതിഷനാവണമെങ്കിൽ ജ്യോത്സ്യൻ തന്നെ പഠിക്കണം. മാന്ത്രികനാവണമെങ്കിൽ മാന്ത്രികൻ തന്നെ പഠിക്കണം. അതിന് വലിയ ഡിഗ്രി ഒന്നും വേണ്ട. കാരണം ഒരു ക്രിയ ആരാണോ പഠിച്ച് അയാൾക്ക് കണ്ട് പ്രവർത്തിച്ചാൽ അത് ക്രിയയായി. ഇതിൻ്റെ ഫലം കിട്ടുന്നിടത്താണ് ഇതിൻ്റെ കഥ. അവിടെ തന്നെയാണ് ഈശ്വര ചൈതന്യം, ഉപാസന, മന്ത്രസിദ്ധി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം നേടിയെടുക്കേണ്ടതുണ്ട്. അതൊന്നും വിദ്യാഭ്യാസപരമായിട്ടുള്ള യോഗ്യതകളല്ല. ഇതൊക്കെ ഗുരുകുല വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെ പിന്നിൽ വരുന്നതാണ്. അപ്പോൾ പല ആൾക്കാരും പറയും അയാൾക്ക് പഠിപ്പുമില്ലാത്ത ഒരാളുണ്ട് കുറേ കുറിയൊക്കെ വരച്ച് നടക്കണമെന്ന് പറയും. അതുപോലത്തെ ഒരു മണ്ടത്തരം നിങ്ങളാരും പറയരുത്. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എത്ര തന്നെ പഠിപ്പുണ്ടായാലും എന്തുണ്ടായാലും അവനവൻ്റെ കഴിവ് കൊണ്ട് അവനവന് സമ്പാദ്യമായിട്ടോ ജീവിതത്തിലോ പുരോഗതി ഉണ്ടാക്കാൻ പറ്റാത്ത വ്യക്തികൾക്ക് ആ അറിവ് കൊണ്ടൊന്നും ഒരു കാര്യമല്ല. ഈ അന്നം മുട്ടി പാപ്പു തിന്ന് ജീവിക്കാനാണ് വെച്ചെങ്കിൽ എത്ര ചെറിയ പണികൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ലോകം മുഴുവൻ പുസ്തകം വായിച്ചിട്ടും ലോകത്തിലുള്ള ഡിഗ്രിയൊക്കെ എടുത്തിട്ട് പേപ്പറും കാഴ്ചത്ത് വെച്ചിട്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. അതാത് ഡിഗ്രിക്കനുസരിച്ച ബുദ്ധി ഉണ്ടെങ്കിൽ, അതിനനുസരിച്ച കഴിവുണ്ടെങ്കിൽ, അതിനനുസരിച്ച് പെട്ടിയിലും കൂടി കാശ് കാണണം. അതാണ് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞത്. പ്രസാദേ, വല്ലാണ്ട് വലിയ ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്, പെട്ടിയിൽ കാശില്ലാത്തവൻ്റെ കാര്യം ഗോവിന്ദ് തന്നെയാണ്. അത്ര ആ പഠിപ്പിനും ആ കഴിവിനൊന്നും ഒരു കാര്യമല്ല. അതാ പറയണം. അപ്പോൾ അന്ന് വെച്ചാൽ പറ്റിക്കലല്ല. നമ്മളുടെ അറിവിൻ്റെ മൂല്യം വളരുമ്പോൾ ധനം അവിടെ വന്നു ചേരണം എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പം നിങ്ങളിൽ ഇതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ സമ്പത്ത് ഉണ്ടാവാൻ മാർഗങ്ങളൊക്കെ ഏത് തരത്തിൽ അടഞ്ഞു കിടക്കുകയാണെങ്കിലും അത് തുറന്ന് നല്ലൊരു സൗഭാഗ്യം എന്ന രീതിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള പൈശാചികത മാറിയിട്ടുള്ള ഏറ്റവും നല്ല അനുഗ്രഹീത മന്ത്രമാണിത്. ആവശ്യക്കാരുണ്ടെങ്കിൽ ജപിക്കുക, സുഹൃത്തുക്കളുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഇത് നിങ്ങൾ സ്റ്റാറ്റസൊക്കെ ഇട്ട് ഒരു നല്ലൊരു കാര്യമായതുകൊണ്ട് ഈ ഗതികെട്ടവന് കരകയറാനുള്ള കച്ചിത്തുരുമ്പ് കൊടുക്കണ പോലെയാവും ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ. അപ്പോൾ അതുപോലെ തന്നെയാണ് വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കനെ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.